അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആദർശം പോലും വ്യക്തമായി പറയാൻ കഴിയാതെ നിങ്ങൾ ഇങ്ങനെ ഊരു ചുറ്റാനുള്ള യഥാർത്ഥത്തിൽ ഇപ്പൊ ചെയ്യുന്നത്. നിങ്ങളുടെ മാത്രമല്ല എ ടി കരീമെ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കയറിക്കൂടിയ എല്ലാ ആളുകളും ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കുറച്ചു മുമ്പ് ഇവിടെ വടക്കാങ്ങര വന്നു. വടക്കാങ്ങരന്റെ അവസ്ഥ അത് തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആശയപരമായിട്ട് ഒരു ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത, ഇത്രയും കാലം പേറിയത് നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പൊ ആശയം നിങ്ങളുടെ ഒരു യഥാർത്ഥ ആശയം പറയാൻ പറ്റുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു അവസരമാണ്. നിങ്ങളുടെ തൗഹീദിലേക്ക്, നിങ്ങൾ സമൂഹത്തോട് പറയുന്ന തൗഹീദിലേക്ക് ഇവിടെ ഇപ്പൊ ഒരു 168 ആള്, നമ്മൾ രണ്ടാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 166 ആളില്ലേ? ഈ ആളുകളെ നിങ്ങൾക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോ ഇതിൽ എന്ത് തൗഹീദാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സമൂഹം ഉൾക്കൊള്ളേണ്ടത്? ഇതിൽ ആരുടെ കൂടെ പോയി നിന്നാൽ, ആരുടെ ആശയത്തിൽ നിന്ന് കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ഭാഷയിൽ തൗഹീദാകുക? ഇതറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന വിഷയങ്ങളിലൊന്നുമല്ലല്ലോ. നിങ്ങളുടെ വിഷയം എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത് അടിസ്ഥാന വിഷയത്തിലാണ്. അല്ല, നിങ്ങൾക്ക് ആ അടിസ്ഥാന വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പായിട്ടില്ല എന്നാണോ? എങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോളൂ. എനിക്കത് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ അടിസ്ഥാന വിഷയത്തിൽ, എൻ്റെ അടിസ്ഥാന വിഷയത്തിൽ എനിക്ക് ഉറപ്പ് വരുത്താനായിട്ടില്ല. അത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മദീനയിൽ വെച്ചിട്ട് അവിടുത്തെ ഖത്തീബ് നടത്തിയ ഖുതുബയിൽ യഥാർത്ഥത്തിൽ കേരളീയ വഹാബികളെ എടുത്തു പറയുന്ന ഖുതുബയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതായത് മക്കാ മുശ്രിക്കീങ്ങളുടെ പേരിൽ ഓതുന്ന ഇറങ്ങിയ ആയത്തുകളെ വിശ്വാസികളുടെ പേരിൽ ഓതിയിട്ട് ശിർക്കാക്കുന്ന പ്രവണത ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുൻകഴിഞ്ഞു പോയ മുമ്പത്തെ പല ആളുകളുടെയും അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എട്ടിക്കാര്യം നിങ്ങളെ പോലെയുള്ള ആളുകളെ മുന്നിൽ നിർത്തിയിട്ടാണല്ലോ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നടത്തിയത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ആശയപരമായ വിഷയങ്ങളിലേക്ക് വരും. എന്താ നിങ്ങൾ ആരും അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർക്കാരിന്റെ മൈക്ക് പോയതാണോ? സർഫ് കേൾക്കുന്നുണ്ടോ? സർഫക്കാരുടെ കയ്യിൽ നിന്ന് മൈക്ക് പോയതാണോ? സർഫ് വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ വിഷയം പറഞ്ഞു. കാരണം എ ടി കരീമിന് ആ വിഷയം പറയാൻ കഴിയില്ല. എ ടി കരീമിന്നല്ല, ഇത് ഞാൻ കരീമിന് വേണ്ടി മൈക്ക് വിട്ടുകൊടുത്തായിരുന്നു. പക്ഷെ പറയേണ്ട ഇതാണ്, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് അടിസ്ഥാന വിശ്വാസം ശരിയാക്കണ്ടേ കരീമേ? എന്നിട്ടല്ല ബാക്കി നമുക്ക് മുടി വേണ്ടേ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേണ്ടേ, അതാണോ അല്ലേ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാലോ. അതിപ്പോ നിങ്ങൾ കുറെ കാലം ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ അവിടെ എത്തിയിട്ടില്ല. പക്ഷെ ഈ വിഷയത്തിൽ നിങ്ങൾ അടിസ്ഥാന വിഷയം ഉണ്ടല്ലോ, അടിസ്ഥാന വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കണ്ടേ? എന്നിട്ടല്ലേ നമ്മൾ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കിടക്കുക. അപ്പൊ അതിനെക്കുറിച്ച് എ ടി കരീം എന്ത് ചെയ്യണോ, ഒന്ന് പറയണം. അതാണ് കരീം പറയേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് കരീമിന് എന്ത് ചെയ്യുന്നു, മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇനി അല്ലാതെ വെറുതെ എന്തെങ്കിലും ബളബള പറയുന്നതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അഡ്മിൻസ് ആരെങ്കിലും ഒക്കെ എ ടി കരീമിന് ഡോട്ട് കൊടുക്കുന്നു, നന്നായിരിക്കുന്നു. അത് ഞാൻ പറയാൻ മഞ്ചാടി ഉറപ്പായിട്ട് ഞാൻ പറയും, ഒരു സംശയം വിചാരിക്കണ്ട. പക്ഷെ എനിക്ക് ആദ്യം അറിയേണ്ടത്, മഞ്ചാടി വിശ്വസിക്കുന്ന അബീബ സുഹൃത്തെ, അതല്ലേ പറഞ്ഞേ, നിങ്ങൾ അടിസ്ഥാന തൗഹീദ് പറയുന്നേ, അത് നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് പിന്നെ ഒരു ഉറപ്പ് വരാത്ത വിഷയത്തിൽ പറയാനുള്ളത്. ഞാൻ ചോദിക്കാണ്, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലേക്ക് വന്നത് എന്തിനാ? ലോക മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് വരെ നിലവിലുള്ള മുസ്ലിമീങ്ങളൊക്കെ ഷിർക്കിന്റെ പാതയിലാണ്. അതുകൊണ്ട് യഥാർത്ഥ തൗഹീദ് പ്രചരിപ്പിക്കുന്ന ആളുകൾ, യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ ഞങ്ങളാണ്.
അപ്പൊ ആ തൗഹീദ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ അഥവാ നിങ്ങളുടെ പ്രസ്ഥാനം സമൂഹത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ ആശയങ്ങളിൽ ഏതെങ്കിലും ഒരാശയം ഇന്ന് നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടോ? എന്റെ ചോദ്യം അതാണ്. അടിസ്ഥാന വിഷയമാണ്. നിങ്ങൾ വന്ന വിഷയം ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി നിങ്ങൾ കേരളത്തിലേക്ക് 1920കളിലേക്ക് കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ പരിചയപ്പെടുത്തിയ എന്താ? ഈ നിലവിലുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകളൊന്നും യഥാർത്ഥ തൗഹീദിന്റെ ആളുകളല്ല. അവരൊക്കെ ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകളാണ്. അതുകൊണ്ട് യഥാർത്ഥ തൗഹീദ് ഇന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോ നമ്മളെ കുഞ്ഞിത് മദനിയുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ താമരശ്ശേരി ചുരത്തിൽ, വയനാട് ചുരത്തിലുള്ള 9ഉം 6ഉം വളവുകളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഓരോ ഉദാഹരണ സഹിതം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ആളുകളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ആദർശം സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന അന്നും നിങ്ങൾ പറഞ്ഞിരുന്ന ആശയങ്ങളിൽ ഏതെങ്കിലും ഒരാശയം, എന്റെ ചോദ്യം ഇതാണ്, ഇന്നതില്ല, ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ നിലയുറപ്പിക്കുന്നുണ്ടോ അഥവാ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങൾ അതൊക്കെയാണ്. ഏതെങ്കിലും ഒന്ന് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? അത് പറയാനാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? എട്ടിക്കരിയും വെറുതെ എന്ത് ചെയ്യാൻ മൈക്കെത്താതെ, അതല്ലാതെ വെറുതെ കളവുകൾ പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ നേർച്ചയാക്കി നടക്കുന്ന ആളുകളാണെന്നല്ല നിങ്ങൾക്ക് ഓർമ്മയില്ല. പണ്ടത്തെ പല സംഭവങ്ങളും നമ്മൾ ഇവിടുന്ന് പിടികൂടുന്നതും റെക്കോർഡ് ചെയ്ത് പിടികൂടി ഇവിടെ ഇട്ട് അവസാനം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പിന്നെ മറ്റേ കായില്ലാത്തവൻ ഇറച്ചിക്ക് പോയ പോലെ ഇങ്ങനെ ചെറിയും തോളിട്ട് നടന്നു പോകുന്ന അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പൊ അതൊന്നല്ല, ആശയപരമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയില്ല. കാരണം നിങ്ങൾ കുറെ കാലം നിങ്ങളെ ആയുസ്സിൽ ഒരുപാട് എന്ത് ചെയ്തു പോയിട്ടുണ്ട്, ഇതിന് ചെലവഴിച്ചു പോയിട്ടില്ലേ? നിങ്ങളുടെ ആയുസ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച ആളാണ്. നിങ്ങൾ പരിചയപ്പെടുത്തിയത് എന്താണ്? യഥാർത്ഥ ഇസ്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആണ്, പിന്നെ മുജാഹിദ്സ് ആണ് നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങളിൽ ആർക്കും യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ മുജാഹിദ് ആരാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്നു യഥാർത്ഥ വിശ്വാസം മുജാഹിദിൻ്റെതാണ്, വഹാബിസാണ് നിങ്ങൾ പറയുന്നു. അത് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തത്? സമൂഹത്തിലേക്ക് വന്നത്. പക്ഷെ ഇന്ന് സുന്നികളെ മാറ്റി നിർത്തിയാൽ തന്നെ മുജാഹിദുകളിൽ നിന്ന്, നിങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് തന്നെ നിങ്ങളിൽ യഥാർത്ഥ മുജാഹിദ് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് നിങ്ങളുടെ ഓരോ മൗലവിമാരുടെയും പ്രസംഗങ്ങളിലെല്ലാം ധൈര്യമായിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് എന്നിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല, മുജാഹിദ് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചോദിക്കാണ്, ഏതാണ്? ജിന്നാണോ ഇഫ്രീത്താണോ? ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വിഷയങ്ങൾ കൊണ്ടും മുജാഹിദ് പിന്നെ പ്രസ്ഥാനത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളുടെ നേതാക്കളുടെ പിന്നെ ദീനരോധനങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ചോദിക്കാണ്, പ്രിയപ്പെട്ട എ ടി കരീമേ, നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളിൽ ഏതെങ്കിലും ഒരാശയം 2015 എത്തിയപ്പോഴത്തേക്ക് നിലനിൽക്കുന്നുണ്ടോ? അത് നിങ്ങൾ പറയാം. ഉണ്ടെങ്കിൽ ആരുടെ കീഴിലുള്ള ആശയത്തിലാണ്, ആര് നേതൃത്വം നൽകുന്ന വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഉള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണോ? ദയവ് ചെയ്തിട്ട് പറയണം. അതാണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനം ഇല്ലാത്ത ആരുടെയെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ ഏതെങ്കിലും വ്യക്തി വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ലോ നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങളുടെ ആയുസ് ഏതായാലും നഷ്ടപ്പെട്ടു, ഇനിയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചെടുക്കണ്ടേ? നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ ജീവിച്ചിട്ട് ഇപ്പൊ അവസാനം നിങ്ങൾക്ക് ഗത്യന്തരമില്ലാതെ ഒരു ആദർശവും വിശ്വസിക്കാൻ പറ്റാതെ ആരുടെയും പിന്നിൽ നിലയുറപ്പിക്കാൻ പറ്റാതെ നിങ്ങളുടെ ആയുസ് നഷ്ടപ്പെട്ടു പോയി കുറെ. ഇനിയും ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആലോചിച്ചൂടെ? ഇനി ശേഷിക്കുന്ന അവസരമെങ്കിലും എന്തെങ്കിലും ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ അടിയുറച്ച് പിന്നെ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളണം എന്ന് ആലോചിക്കുന്നതിന് പകരം ഒരു കാര്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് പോകാതെ എ ടി കരീം മറുപടി ഈ വിഷയത്തിലെങ്കിലും ഒരു ഒതുങ്ങിയ മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണെങ്കിൽ കരീമിന് മൈക്കെടുക്കാം, സംസാരിക്കാം. ഓക്കെ.
ഇൻഷാല്ലാ കരീമിന് മൈക്ക് റിലീസ് ചെയ്യുന്നു വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കരീം മൈക്ക് എടുത്തോളൂ, സംസാരിച്ചോളൂ. അതല്ലെങ്കിൽ ഇൻഷാല്ലാ അഡ്മിന്മാർക്ക് ഇടപെടാവുന്നതാണ്. പിന്നെ മഞ്ചാടി സുഹൃത്ത് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്ലാസ് റൂമിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. പക്ഷെ പിൻകാലത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടി വന്നതോട് കൂടി അത് മുടിയല്ല എന്ന് എന്താ കരീമെ, ഞാനിവിടെ ജീവനോടെ ഇവിടെ ഇല്ലേ? ക്ലാസ് റൂമിൽ വന്നിട്ട് നമ്മൾ സംസാരിക്കല്ലേ? നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ ആശയത്തിന്റെ ശോഷണല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്തത്? എന്തൊരു ആർജവായിരുന്നു നിങ്ങൾ തുടക്കത്തിലൊക്കെ. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ എങ്ങനെങ്കിലും മൈക്ക് കിട്ടി മൈക്ക് ചാടിയിട്ട് നിങ്ങളെ മുജാഹിദ് ആശയം പറയാൻ വേണ്ടി ഓടി നടന്നിരുന്ന ആളല്ലേ? നിങ്ങൾ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചൊക്കെ കരീമേ. അത് പറയാൻ പറ്റാത്ത, അടിസ്ഥാന തൗഹീദിനെ കുറിച്ച് കാമാന്ന് മിണ്ടാൻ പറ്റാത്ത രൂപത്തിൽ അണ്ണാക്കിൽ അപ്പം കുടുങ്ങിയ അവസ്ഥയല്ലേ നിങ്ങൾക്ക് ജിന്ന് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്? ഇപ്പൊ സക്കരിയ സലായി പറയുന്നുണ്ട് ആ വിഷയത്തിൽ ഈ ഹദീസുകളൊക്കെ അതായത് ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, ഇന്ന ഗ്രന്ഥങ്ങളിലൊക്കെ അത് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലുശ്ശേരി ഇപ്പോ പിന്നെ കഴിഞ്ഞ ഒരു വിഷയം പറഞ്ഞു, ബാലുശ്ശേരി പറഞ്ഞു ആ വിഷയം ലൈഫാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വിഷയത്തിൽ അംഗീകരിക്കപ്പെടാൻ പറ്റും, ഈ ഇമാമിങ്ങളൊക്കെ അംഗീകരിക്കപ്പെടാൻ പറ്റും. പക്ഷെ മറ്റൊരു വിഷയം അതേ ഇമാം ആ വിഷയത്തിൽ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതെന്തൊരു ദുരവസ്ഥയാണ് സമൂഹമേ എന്ന് ചോദിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ. ഈ അവസ്ഥയല്ലേ യഥാർത്ഥത്തിൽ ടി കരീമെ നിങ്ങളെയും പിടിപെട്ടിരിക്കുന്നത്? നമ്മള് ആശയപരമായ വിഷയങ്ങളല്ലേ നമ്മൾ ചർച്ച, അതല്ലേ നിങ്ങൾ പറയേണ്ടത്? ഇപ്പോഴും നിങ്ങളുടെ ഒരു സാഹചര്യം നോക്കിയ അപ്പോ മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും ആദർശവും ശരിയല്ല എന്ന് പറഞ്ഞ് കേരളക്കരയിലേക്ക് കടന്നു വന്ന മാഷാ അല്ലാഹ്, ഇനി നിങ്ങളെ കണ്ടാലും ബഹുമാനപ്പെട്ട പിന്നെ ബാബാമീറ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും വഴിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്കുന്ന് പിന്നെ പിശാച് കയറൂല എന്ന് പറയുന്നൊക്കെ കണ്ടാ ഇറങ്ങി ഓടും എന്ന് പറഞ്ഞ ബാവക്കാരന്റെ നേര് കണ്ടാ കെട്ടിക്കയറിയുമ്പോ അപ്പം എന്ത് ചെയ്യും പറഞ്ഞാൽ ഓടും. അത് പണ്ട് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പിന്നെ ബാവക്കാൻ മറ്റേ ഇതൊന്ന് പറഞ്ഞാല് ജിന്നോ മിക്സിന്റെ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് കരീമിന് തൃപ്തിയാകുകയും ചെയ്യും. അപ്പോ കരീം പറയേണ്ട വിഷയം ഇതാണ്. ആശയപരമായിട്ട് നിലനിൽക്കുന്ന ഏതെങ്കിലും നിങ്ങൾ തുടക്കത്തിൽ വാദിച്ചു വന്നിരുന്ന ആശയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിലനിൽക്കുന്നുണ്ടോ? ഇത് നമ്മളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ്, അറിയാനുള്ള ഒരു ആഗ്രഹമാണ്, നമ്മളൊരു അവകാശമാണല്ലോ. കാരണം നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്ന ആശയങ്ങളല്ലേ. അപ്പോ ഏതെങ്കിലും ഒന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ടി കരീമെ നിങ്ങൾക്ക് മൈക്കെടുത്തിട്ട് പറയാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തെ കുറിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ദയവ് ചെയ്തിട്ട് സമയം എന്ത് ചെയ്യണ്ട, കളയണ്ട, നഷ്ടപ്പെടുത്തണ്ട. നല്ല വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് സ്വയം പരിഹാസനാവല്ലേ എന്ന് വളരെ എളിമയോടെ ഒരു റിക്വസ്റ്റ് കരീമിനോട് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അങ്ങനെ പോലെ നമ്മൾ കുറെ ചർച്ച ചെയ്തതല്ലേ ശിർക്കിനെ കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷെ മഞ്ചാടി എനിക്ക് ആദ്യം പറയണം, ഇന്ന് കാന്തപുരത്തിന്റെ അടുത്തുള്ള മുടി റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന് പറഞ്ഞ് പോയ വ്യക്തിയാണ് മഞ്ചാടി. അത് സഹീ അല്ല, നല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താഴത്തെ തന്നെ മൈക്കിലേക്ക് വന്നോളി. ബാക്കി ഒരു മിനിറ്റ്. ടി കരീമെ, നമ്മളെ ഷറഫുക്ക പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, ആ വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് വെക്കുന്നത്. ഷറഫുക്ക നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നു.
ബാബുക്ക 1 മിനിറ്റ്, ഷറഫുക്ക 1 മിനിറ്റ്. അപ്പോ നിങ്ങൾക്ക് ഇത്രയും നല്ല സുവർണാവസരം കിട്ടിയാൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ക്ലാസ് റൂമിൽ പറയാനല്ല പറഞ്ഞത്, നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു ക്ലാസ് റൂമിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നിങ്ങളുടെ ആശയം തന്നെ ആയിരിക്കും. നിങ്ങൾ പ്രതിദാനം ചെയ്യാത്ത ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര സുന്ദരമായിക്കൊണ്ട് മൈക്ക് തന്നിട്ട് നിങ്ങളുടെ ആശയം എന്താണ് ഇന്ന് നിങ്ങൾ വളരെ മൈക്ക് നിങ്ങൾക്ക് ആശയം എന്താണ് പറയുമ്പോൾ അതൊന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട കടമ നിങ്ങൾക്ക് ഉണ്ടായിട്ട് ഇത്ര ചാൻസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് മാത്രം പറയുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ബാബുക്കാർക്ക് മൈക്ക് കൊടുക്കുന്നു. സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹാബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ. ഇതുവരെ നടന്ന ചർച്ച വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഏതായിരുന്നാലും ചർച്ചയുടെ സ്വഭാവത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. കരീം ഷറഫ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതല്ല, കരീമിന് നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ ചർച്ച ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. യാതൊരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസത്തിൽ ഷഹർ മുബാറക്കിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസറുകളെ കുറിച്ച് എന്താണ് നിങ്ങളെ വിശ്വാസം? അതാ പറയേണ്ടത്. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതല്ലല്ലോ. ഒരാളത് പറഞ്ഞോ എന്നുള്ളതാണോ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞോളൂ, കരീം പറഞ്ഞോളൂ. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമേ നമ്മൾ തമ്മിലുള്ളൂ എന്ന് കരീം പറയുകയാണെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാൻ ഷറഫു എന്താ പറഞ്ഞത്, അവനെന്താ പറഞ്ഞത്, ഇവനെന്താ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തെ കുറിച്ചല്ലേ കരീമെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഷറഫു നിങ്ങളോട് ചോദിച്ചത് എന്താണ് ശിർക്ക്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്താണ്, ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ചർച്ച ചെയ്താലും വഹാബികൾ ശിർക്കിനെ കുറിച്ച് മുണ്ടൂല്ല. ഇത് നിങ്ങൾ ഇവിടുന്ന് തുടങ്ങിയതാണ്, ശിർക്കും തൗഹീദും. ഇത് നിങ്ങൾ കൊട്ടപ്പുറത്ത് നിന്ന് തുടങ്ങിയതാണ്. അന്ന് ചോദിച്ചു നിങ്ങളോട്. ആ ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. അതിനൊരു മറുപടി പറയാൻ നിങ്ങൾക്ക്, അതായത് മുജാഹിദുകൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട്, അവരുടെ കുറച്ച് മാസ്റ്റർ പീസ് പദങ്ങളുണ്ട്. വിളിച്ചു പ്രാർത്ഥന, ശിർക്ക്, തൗഹീദ്, ഇബാദത്ത്, ദുആ, ഇങ്ങനെ കുറഞ്ഞ ചില പദങ്ങൾ. ആ പദങ്ങൾ അതൊന്ന് നിർവചിക്കാൻ നിങ്ങളോട് ഇത്രയും കാലം പറഞ്ഞ് നിങ്ങൾക്ക് കഴിയണില്ല. അപ്പൊ ഒരു കാര്യം കരീം പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നു, വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. അത് നമ്മൾ ഒരുപാട് കാര്യം ചർച്ച ചെയ്തായിരുന്നു. അന്നുള്ള ശ്രോതാക്കളല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഒക്കെ ഒരുപാട് മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പറയുന്ന ശ്രോതാക്കളൊന്നും അന്ന് നമ്മൾ ചർച്ച ചെയ്ത കാലത്തിലില്ല. നിങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളത് നിങ്ങൾ പറയുന്നതിന് വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുകയാണ്. നമുക്ക് ഇപ്പൊ എന്താണ് ശിർക്ക്? ഷറഫ് ചോദിച്ചതുപോലെ എന്താണ് ശിർക്ക് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്ത് കരീമിന് എന്റെ നാട്ടുകാരനായ കരീമിന് വേണ്ടിയിട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. കരീം വന്നിട്ട് മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് അതന്നെ പറയണം നിങ്ങൾക്ക് നിർബന്ധമാണോ? ഞങ്ങൾ ഓക്കെ, 100% ഞങ്ങൾ ഓക്കെ. പക്ഷെ ആ വിഷയത്തെ കുറിച്ച് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസറുകളെ കുറിച്ച്, അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്നൊന്ന് പറയണം. അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ മൈക്ക് റിലീസ് ചെയ്തു കരീമിന് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാബ അമീറ, ഞാൻ വിശ്വസിക്കുന്ന ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് 100% ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ബർക്കത്തെടുക്കാം. ഇത് കാന്തപുര അബൂബക്കർ മുസ്ലിയാര് ജാലം വാലന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന ഒരു അമ്മുവിന്റെ മുടി കിട്ടുകൊണ്ട് ഇത് റസൂൽവാന്റെ മുടിയല്ല എന്ന് ഉറപ്പാക്കിയ മഞ്ചാടി ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവുകയും അബ്ദുൽ അസീസ് അസേരി, മറ്റേ ജിഷാൻ മാഹി, അതുപോലെ തന്നെ സന്തോഷം. അതായത് കരീം ഇപ്പൊ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് 100% ഉറപ്പുള്ള ഒരു സാധനമാണ് എന്ത് ചെയ്യാണ് നമ്മളെ കരീം വിശ്വസിക്കുക. നമ്മൾ കരീം വിശ്വസിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് 100% ഉറപ്പുള്ള കാര്യത്തെ കുറിച്ചാണ് കരീം വിശ്വസിക്കുക. ഓക്കെ, എന്താണ് കരീമ ഉറപ്പിന്റെ മാനദണ്ഡം? എന്തൊരു വിഷയമാകട്ടെ, മഞ്ചാടി പറഞ്ഞതോ പിന്നെ നിങ്ങൾ ആരോ ഒരു അബ്ദുൽ അസീസ് അസ്ഹരി, ഞങ്ങൾ അങ്ങനെ ആൾ കേട്ടിട്ടില്ല. അബ്ദുൽ അസീസ് അസ്ഹരി എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ ആളെ കുറിച്ച് അറിയുന്നില്ല. അബ്ദുൽ അസീസ് അസ്ഹരി എന്ന് പറഞ്ഞ് കരീം ആരെ കുറിച്ചോ പറഞ്ഞു. നിങ്ങൾ ആരോ കേട്ടിട്ടുണ്ടോ ശ്രോതാക്കളെ? എന്റെ ഓർമ്മയിലില്ല. അപ്പൊ അതുകൊണ്ട് അതും ഞാൻ അറിയില്ല, അങ്ങനെ ഒരാളെയും ഞാൻ അറിയില്ല. നസീറുദ്ദീൻ അസ്ഹരി ആകുന്നുണ്ട്, അങ്ങനെ ആളെയും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആളെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്, ഞാൻ കേൾക്കാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. കരീം അതൊന്ന് പറഞ്ഞോളൂ. കരീം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഒരു വസ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന്, അത് ശരി ഇങ്ങനെ മാറ്റി മാറ്റി പറയും. ഞാൻ മൂപ്പര് പറഞ്ഞതിനെ കുറിച്ചാ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും ഓരോന്നും ഇങ്ങനെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഒരു വസ്തു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ഉറപ്പിക്കാനുള്ള മാനദണ്ഡം എന്താ? ഒരു വസ്തു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ഉറപ്പിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖിനെ കൊടുത്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു കൊടുത്തു, ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു കൊടുത്തു, ഉസ്മാൻ റളിയല്ലാഹു അലി റളിയല്ലാഹു കൊടുത്തു, അങ്ങനെ മുആവിയക്ക് കൊടുത്തു, അങ്ങനെ താബിഈങ്ങൾക്ക് കിട്ടി. അങ്ങനെ ആ സിൽസില ഇങ്ങനെ ഇന്ന സഹാബിയിൽ നിന്ന് ഇന്ന സഹാബി, ഇന്ന സഹാബിയിൽ നിന്ന് ഇന്ന സഹാബി എന്നുള്ള സ്വഹീഹായ പരമ്പരകളിലൂടെ തെളിഞ്ഞു വന്ന കാര്യങ്ങൾ, ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ. കാരണം ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ അപ്പൊ വിഷയം തിരിഞ്ഞ്, അതായത് പിന്നെ നേരെ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കയ്യിൽ തന്നെ കൊടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കയ്യിൽ തന്നെ കൊടുക്കണം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉമറുൽ ഖത്താബ് തങ്ങളുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ഉമറുൽ ഖത്താബ് തങ്ങൾ എന്ത് ചെയ്യണം? അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കയ്യിൽ തന്നെ കൊടുക്കണം. അവിടുന്ന് എന്ത് ചെയ്യണം? അത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കയ്യിൽ തന്നെ കൊടുക്കണം. അവിടുന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. അങ്ങനെ അതായത് കരീം പറയുന്ന ഒരു കരീമിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ കരീമിന്റെ ഓർമ്മീന് വന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കയ്യിൽ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്റെ ഒരു ചോദ്യമാണ്, ഇനി കരീമിനോട് എന്റെ ഒരു ചോദ്യമാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ, നിങ്ങൾ പറയുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ പിന്നെ അത് ഇപ്പൊ നമുക്ക് കിട്ടി, മഹാഭാഗ്യാണ്. അത് ബർക്കത്തെടുക്കാൻ ആളുകൾക്ക് തൗഫീക്ക് ലഭിച്ചു, അത് അവർക്ക് വലിയ തൗഫീക്കാണ്, അവരുടെ ഭാഗ്യമാണ്. ചില ആളുകൾക്ക് അതിനെ നിന്ദിക്കാനാണ് അവസരം കിട്ടിയത്, അത് അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടാവും. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ച് അവിടുത്തെ സഹാബത്തിന്റെ ഇടയിൽ ഇടപഴകി ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആൾക്ക് സ്വന്തം മകൻ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ സ്വന്തം മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ സഹാബിയായിരുന്നു. അദ്ദേഹം തന്റെ വാപ്പയുടെ മനസ്സൊന്ന് നന്നായി കിട്ടാൻ, തന്റെ വാപ്പയുടെ നിഫാഖ് കാപട്യം ഒന്ന് പോയി കിട്ടാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം വുളൂ ചെയ്യുന്ന വെള്ളം, റസൂലുള്ളാഹി വുളൂ ചെയ്യുന്ന വെള്ളം ആവശ്യപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെള്ളം അദ്ദേഹത്തിന് കൊടുത്തു. ആ വെള്ളം കൊണ്ടുപോയിട്ട് ബാപ്പനെ കുടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെയാണ്, അതിനെ നിന്ദിക്കാനാണ് മൂപ്പർക്ക് അവസരം ഉണ്ടായത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിന്ദിക്കാൻ അവസരം ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ ആൾക്കാർക്ക് നിന്ദിക്കാൻ അവസരം ഉണ്ടാവും. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? പിന്നെ അതിനെ ആദരിക്കാൻ അവസരം ഉണ്ടാകും. അത് നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ വിഷയം അങ്ങനെ നടക്കട്ടെ. ഇനി കരീമിനോട് ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ ഖുർആൻ അത് നിർബന്ധമാണല്ലോ നമുക്ക്. ഖുർആൻ അത് വിശ്വസിക്കലും നമുക്ക് ഷെർമുബാർ കൊണ്ട് വിശ്വസിച്ചില്ലേ നമ്മളെ ഈമാനെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. അതായത് വിശുദ്ധ ഖുർആൻ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഖുർആൻ ഇന്ന് നിങ്ങളും ഞങ്ങളും ഒക്കെ വിശ്വസിക്കുന്ന ഖുർആൻ, ആ ഖുർആന് ഇതുപോലെയുള്ള, നിങ്ങളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് ഉൾക്കൊള്ളുകയും നിങ്ങൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ, നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇത് വേണം, ഒരു പരമ്പര വേണം നിങ്ങൾ പറഞ്ഞത്. അതായത് നിങ്ങൾ പറഞ്ഞ ആൾക്കാർ മാത്രമുള്ള ഒരു പരമ്പര. വിശുദ്ധ ഖുർആന്റെ അങ്ങനത്തെ ഒരു പരമ്പര
വിശുദ്ധ ഖുർആാനിന്റെ അങ്ങനെയുള്ള ഒരു പരമ്പര കരീം കണ്ടിട്ടായിരിക്കല്ലോ കരീം ഖുർആാനിൽ വിശ്വസിക്കണത്. കരീമിന്റെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഇപ്പൊ അതുണ്ടാവും. വിശുദ്ധ ഖുർആനെ കുറിച്ച് അങ്ങനെയുള്ള ഒരു പരമ്പര കരീമിന്റെ കയ്യിൽ ഇപ്പൊ റെഡി സ്റ്റോക്ക് ഉണ്ടാകും. ആ റെഡി സ്റ്റോക്കുള്ള പരമ്പര കരീം ഒന്ന് പറയണം. അത് മാത്രമല്ല, കരീമ പറയേണ്ടത് നിസ്കാരം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. സുബഹി 2 റക്അത്ത്, ളുഹർ 4 റക്അത്ത്, അസ്ർ 4 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്, ഇശാ 4 റക്അത്ത്. ഇങ്ങനെ ഒരു മനുഷ്യൻ നിർബന്ധമായും ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയത് മുതൽ സ്വബോധം അവൻ ഉള്ളിടത്തോളം കാലം അവൻ നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ് 5 വക്ത് നിസ്കാരം. ഞാൻ ഈ പറഞ്ഞ 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരം അത് ഇങ്ങനെ ളുഹർ 4 റക്അത്താണ്, അസ്ർ 4 റക്അത്താണ്, സുബഹി 2 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, ഇശാ 4 റക്അത്താണ് എന്നതിന് ഇതുപോലെ റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അലി ഇബ്നു അബി താലിബിനോട് പറഞ്ഞു. അലി ഇബ്നു അബി താലിബ് തങ്ങൾ മുആവിയ തങ്ങളോട് റളിയല്ലാഹു തആല അൻഹും അവരോടൊക്കെ പറഞ്ഞതായിട്ടുള്ള ഒരു പരമ്പര. അതും കരീം ഒന്ന് പറയണം. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു കരീമിന് വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാബയോടൊക്കെ പോകുന്ന ബാബ, നമ്മളെ ചോദ്യം എന്താണ്, ഉത്തരം എന്താണ്, എവിടെത്തി ഇപ്പൊ മുട്ടി? ഇപ്പൊ സെർഫ് ഇവിടെ ഈ റൂം വളരെയധികം സജീവമായി മുജാഹിദ് പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇടുകയും അതിൽ എല്ലാവരും ആവേശം കൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ഇത് കാലഘട്ടത്തിലെ മുടിയുടെ വരവ് അതിൽ ഇറങ്ങി ഓടിയ പൊന്നാരന്റെ കരീമെ ഷറഫ് കൊണ്ടെന്ന ക്ലിപ്പിന്റെ നിത്യഹരിതത്വം, അതിന്റെ എവർഗ്രീനിറ്റി ഇതുവരെ പോയിട്ടില്ല. നിങ്ങളുടെ വലിയ നേതാവ് ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ നിങ്ങൾക്ക് അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നേതാവായിരുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവി. എ പി അബ്ദുൽ ഖാദർ മൗലവിയെ മൂക്ക് കൊണ്ട് അമ്മ എന്ന് വരപ്പിച്ചുകൊണ്ട് ഷറഫു തറാവീഹിന്റെ കണക്ക് എ പി അബ്ദുൽ ഖാദർ മൗലവിയെ കൊണ്ട് വരപ്പിച്ചത് സോഷ്യൽ മീഡിയകളിൽ ഇന്നും വൈറലാണ്. തറാവീഹിന്റെ എണ്ണം പഠിപ്പിച്ചില്ലേ? 8 16 3 19 അപ്പൊ അത് തന്നെ എന്ന് പറഞ്ഞിക്കാണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവിയെ കൊണ്ട് തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം പഠിപ്പിച്ചില്ല ഷറഫു. അത് ഇന്നും കുട്ടി സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. ആകെ ഷറഫു സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരൊക്കെ എടുത്ത പണിയുണ്ടല്ലോ, ആ പണി എന്നും ഉണ്ടാവും. ആ പണി ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഷെയർ മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഷെയർ മുബാറക്കിൽ നിങ്ങളൊരു മാനദണ്ഡം പറഞ്ഞാൽ വളരെ ബോധ്യപ്പെട്ടത്. നിങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ മനസ്സിലായാൽ പിന്നെ നമുക്ക് കെട്ടിത്തൂങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല. നിങ്ങൾ പറഞ്ഞു, അതായത് ഷെയർ മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ എനിക്കും തോന്നിയത് നല്ല തീരുമാനമാണ്. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം എന്നാൽ ഈ വിഷയത്തിനൊരു ശാശ്വത പരിഹാരമാകും. എങ്ങനെ? ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബറിന് കൊടുക്കണം, സിദ്ദീഖുൽ അക്ബർ ഉമർ ഖത്താബിന് കൊടുക്കണം, ഉമർ ഖത്താബ് തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് കൊടുക്കണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അലി ഇബ്നു അബി താലിബ് തങ്ങൾക്ക് കൊടുക്കണം, അലി ഇബ്നു അബി താലിബ് തങ്ങൾ എന്ത് ചെയ്യണം? മുആവിയ തങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ കണ്ട് വന്നിട്ട് നമ്മളെ കയ്യിലെത്തുന്നത് വരെയുള്ള ഒരു പരമ്പര. ഞാൻ ചോദിച്ചത് നമുക്ക് സ്വീകരിക്കൽ നിർബന്ധമായ ഖുർആനും നാം അനുഷ്ഠിക്കൽ നിർബന്ധമായ നിസ്കാരത്തിനും ഇതുപോലെയുള്ള ഒരു പരമ്പര എന്റെ കരീമിന്റെ അടുത്തുണ്ടാവുമല്ലോ. കരീം നിസ്കരിക്കലുണ്ടോ? കരീം നിസ്കരിക്കലുണ്ടെങ്കിൽ കരീമിന് അത് അങ്ങനെ ബോധ്യം വന്നിട്ടായിരിക്കുമല്ലോ കരീം നിസ്കരിച്ചിട്ടുണ്ടാകുക. ആ ഒരു പരമ്പര ഞങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും താല്പര്യം. കാരണം കരീം പറഞ്ഞ മാനദണ്ഡം അത് നല്ല മാനദണ്ഡാണ്, ഞങ്ങൾക്ക് സ്വീകാര്യമാണ് മാനദണ്ഡം. കരീം ഇപ്പോൾ പറഞ്ഞ മാനദണ്ഡം ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. ആ സ്വീകാര്യമായ മാനദണ്ഡത്തെ ഞങ്ങളെ എല്ലാ വിഷയത്തിലും വളരെ നിർബന്ധമായ ഖുർആനിലുള്ള വിശ്വാസത്തിലും ഞങ്ങൾ ദിവസം അനുഷ്ഠിക്കുന്ന നിസ്കാരത്തിലും ഞങ്ങൾക്ക് ആ മാനദണ്ഡം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരീമിനോട് ചോദിക്കുന്നത്. വളരെ വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കണം കരീമിനോട്. അതൊന്ന് പറഞ്ഞു തരൂ കരീമെ. നിങ്ങളിൽ നിന്ന് പഠിക്കാനാണ്. കാരണം നിങ്ങളെടുത്തത് ഉണ്ടാവും, റെഡി സ്റ്റോക്ക് ഉണ്ടാവും, നിങ്ങളെടുത്ത് റെഡി ടു ഒക്യുപ്പൈ ഉപയോഗിക്കാൻ പര്യാപ്തമായി തയ്യാറായി ഇരിക്കുന്നുണ്ടാവുമല്ലോ നിങ്ങളെടുത്ത സാധനം. അതൊന്ന് പറഞ്ഞു തന്നോളൂ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തന്നാൽ നമുക്ക് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് പൊളിച്ചെഴുതണം. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്ത് കരീമെ പ്ലീസ്. കരീമെ, ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലാണില്ലേ? ഞാൻ പറയുന്ന മലയാളം കരീമിന് മനസ്സിലാകുന്നുണ്ടല്ലോ? കരീം ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് ബാബാമീർ? എത്രയും കൊല്ലായി ക്ലാസ് റൂമിൽ ഇങ്ങനെ മുഫ്തിയായി നടക്കാൻ തുടങ്ങിയിട്ട് ബാബ, ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് 5 വക്ത് നമസ്കാരത്തിന്റെ കാര്യം
കരീമെ ക്ലാസ് റൂമിൽ ബാബ മുഫ്തിയായതും ഞങ്ങളൊക്കെ ക്ലാസ് റൂമിൽ വരാൻ തുടങ്ങിയ മുഫ്തിയാണോ ആലിമ അതൊക്കെ വേറെ വിഷയം. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ സാധാരണക്കാരനാണ്. ഈ ക്ലാസ് റൂമിൽ ഇപ്പൊ 150 ഐഡികൾ ഉണ്ടെങ്കിൽ ഈ 150 ഐഡികളിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവനാണ് ഞാൻ. വഹാബികളാണ് ഒഴിവാക്കി കളങ്ങൾ. വഹാബികളെക്കാൾ മേലാണ് ഞാൻ. ഇതിൽ എത്ര വഹാബികളുണ്ടോ അത്ര വഹാബികളെ കിഴിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ ആളുകൾ എത്രയുണ്ടോ അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവനാണ് ഞാൻ. എല്ലാം കൊണ്ടും അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് ഞാൻ. വഹാബികളെക്കാളും ഏറ്റവും മേലെ തന്നെയാണ് കേട്ടോ. വഹാബികളെക്കാളും എന്നും മുകളിൽ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ പണിയെടുത്തതിനുള്ള നല്ല ഗുണവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കരീം നേരത്തെ ഒക്കെ വന്നിട്ട് നല്ല മൈലേജ് ഉണ്ടായിരുന്നു. കരീമിന് നല്ല മൈലേജ് ഉണ്ട്. ഇപ്പൊ പണ്ട് കസ്റ്റമർ വരില്ലായിരുന്നു കടയില്. പണ്ട് കടയിലെ കസ്റ്റമർ വരാറായിരുന്നു. കാരണം റൂം വാതിൽ കുറ്റിയിട്ടാണ് ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ, താമസിക്കുന്ന റൂമിൽ ഉള്ളിൽ കുറ്റിയിട്ടാണ് സംസാരിക്കുമ്പോൾ പുറത്ത് ആൾ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ആവുമല്ലോ അത്. അപ്പൊ അതൊക്കെയായിരുന്നു കരീമിന്റെ പരിപാടി. ഇപ്പൊ അതൊക്കെ നിർത്തി. പണ്ട് കരീം ഞങ്ങൾക്ക് ഓർമ്മല്ലേ, നമ്മള് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവന്നെടുത്തത് പിശാജാണ് നിങ്ങൾ പറഞ്ഞതും അത് നിങ്ങൾ തെളിവോദിയതൊക്കെ അതൊക്കെ ഞങ്ങൾ ഇടപെട്ടിന്റെ ഭാഗമായിട്ടല്ല നിങ്ങൾ നിർത്തിയത്. അത് നിങ്ങൾക്ക് ഓർമ്മല്ലേ, നമ്മള് എന്താണ് ചങ്ങായിന്റെ പേര്, KG മാർക്കോസിന്റെ പാട്ട് പാടിയത് കരീമിന് ഓർമ്മല്ല. അങ്ങനെ കുറച്ച് പുതിയ ആൾക്കാരുണ്ടാവും, അവർക്ക് അറിയില്ല, സംഭവം അറിയില്ല. അതുകൊണ്ട് ഞാനൊന്ന് പറയാണ്. മുമ്പ് കരീം ഒരിക്കൽ നമ്മളെ STVയുടെ അഡ്മിൻ ആയിരുന്ന, നമ്മുടെ ക്ലാസ് റൂമിൽ അഡ്മിൻ ആയിരുന്ന ബഹുമാനപ്പെട്ട അബ്രജ് സവാദിനോട് ഒരു ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ ബിൽക്കീസിന്റെ സിംഹാസനമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആരാണ് ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവന്നത് ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സദസ്സിലുണ്ടായതിൽ വലിയായിരുന്നു എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാതെ പിശാജാണെന്ന് ആര്, നമ്മളെ കരീം അബ്രജ് പറഞ്ഞു. റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വലിയായിരുന്നു, അങ്ങനെ ഔലിയാക്കൾക്ക് അങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ കരീം പറഞ്ഞു അല്ലാതെ പിശാജ കൊണ്ടുവന്ന് കൊടുത്തത്. അതിനെന്താ തെളിവ് എന്ന് വെച്ചാൽ ഞാൻ നാളെ തെളിവ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ മൂപ്പര് പിറ്റേസം തെളിവേറ്റ് വന്നു. അങ്ങനെ തെളിവ് എന്താണ്, മൂപ്പര് KG മാർക്കോസ് പാടിയ പാട്ടുണ്ട്, ഏഴാം ബാഹിറിന്റെ ഉള്ളിലൊരു ഊക്കൻ കോട്ട ഇഫ്രീത്ത് രാജൻ പണിതേ എന്ന് പറഞ്ഞിട്ട് KG മാർക്കോസ് പാടിയ സിനിമാ പാട്ടുണ്ട്. അപ്പൊ ആ പാട്ടാണ് നമ്മളെ കരീമിന്റെ തെളിവ്. അങ്ങനെ വഹാബികൾ പറയുന്നിടത്ത് നിന്നൊക്കെ വഹാബികൾ കുറെ മാറിയിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ ഇടപെട്ടതിന്റെ ഗുണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കരീമിനോട് ഞാൻ ചോദിക്കുന്നു, കരീമേ, നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഞങ്ങൾക്ക് അതായത് നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ പുതിയ മാനദണ്ഡം ബോധ്യപ്പെട്ടത്. ഞങ്ങൾ ആരിൽ നിന്ന് നല്ലത് കിട്ടിയാൽ പഠിക്കണം എന്നുള്ള ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു ഒരു വസ്തു അംഗീകരിക്കണമെങ്കിൽ, ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ, വിശ്വാസപരമായി നമുക്കൊരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ, ഒരു വസ്തുവിനെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ആ വിഷയത്തിൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുങ്ങൾ സിദ്ദീഖുൽ അക്ബർ, ഉമർ ഖത്താബിന്, അങ്ങനെ ഖുലഫാഉ റാഷിദുകൾ, മുഅവിയ റളിയല്ലാഹു തആല അൻഹു തുടങ്ങി അങ്ങനെയുള്ള പരമ്പരയിലൂടെ അത് സ്ഥിരപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഖുർആൻ, നിസ്കാരം, അത് നമുക്ക് അങ്ങനെ സ്ഥിരപ്പെട്ടൊരു പരമ്പര നമ്മൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെന്ന് പറയും. നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പൊ ഉണ്ടോങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ അതിനൊരു പരമ്പര നമുക്ക് സ്ഥിരപ്പെടേണ്ട. ആ പരമ്പര ഒന്ന് പറഞ്ഞു തന്നോളൂ. ആ പരമ്പര നിങ്ങൾ പറഞ്ഞു തന്നാൽ ആ പരമ്പരയെ നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അത് തെളിച്ച് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റത് പൊളിച്ചെഴുതണം. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരുമെന്നാ പറയണേ. ഞാൻ മൈക്ക് റിലീസ് ചെയ്ത് കരീം ഒന്ന് മൈക്കിലേക്ക് കയറി. ബാബ അമീർ നമ്മളെ ബിൽക്കിസ് രാജ് കൊട്ടാരത്തിലെ സിംഹാസനം ആരാ കൊണ്ടുവന്നതാണ്? ഇഫ്രീത്താണ് കൊണ്ടുവന്നത്, അത് ആബിദായ അള്ളാഹിന്റെ അടിമയാണ് കൊണ്ടുവന്നതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. ഇഫ്രീത്ത് പിശാചി ഗണത്തിൽപ്പെട്ട ജിന്നാണോ, അത് ആരാണ് സ്വാലിഹായ മുസ്ലിം ജിന്നാണോ, അതൊക്കെ ചർച്ച ചെയ്യാം. നമുക്ക് ഇപ്പൊ ചർച്ച ജിന്നും മുസ്ലിം ജിന്നും കഫീർ ജിന്നൊക്കെ അല്ലേ, ഒക്കെ ചർച്ച ചെയ്യാം. പക്ഷെ ആദ്യം പറയട്ടെ, ഇന്ന് കാന്തപുരത്തിന്റെ അടുത്തുള്ള മുടി ബാവ അമീറെ വിശ്വസിക്കുന്ന അന്ത്യപ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് ബാവ അമീറക്ക് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാന്. അത് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. കാരണം അതായത് അൽഹംദുലില്ലാഹ്. അപ്പൊ കരീം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വിഷയം ഒന്ന് സമ്മതിച്ചിട്ടാണെങ്കിൽ ഞാനത് പറയാൻ ധൈര്യം കാണിച്ചാൽ മറ്റേ വിഷയം ചർച്ച ചെയ്യാമെന്ന് കരീമോട് പറഞ്ഞു. നിങ്ങളൊക്കെ കേട്ടില്ലേ ശ്രോതാക്കളെ? അതായത് ഇന്ന് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കാരന്തൂരിലെ മർക്കസ് സഖാഫത്തി സുന്നിയെ സൂക്ഷിക്കുകയും
വിശ്വാസി സമൂഹം ബർക്കത്തെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഷഹർ മുബാറക്ക്, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ഖാതിമുൻ നബിയനായ സയ്യിദുൽ മുർസലീനായ അഷ്റഫുൽ മഖ്ലൂഖീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ഞാൻ പറയാൻ ധൈര്യം കാണിച്ചാൽ ഞാൻ ചോദിച്ച വിഷയം ചർച്ച ചെയ്യാൻ കരീം തയ്യാറാണെന്ന് കരീം ഇപ്പൊ പറഞ്ഞു അല്ലേ? നിങ്ങളെന്തായാലും കേട്ടിട്ടില്ലേ? ശ്രോതാക്കള് ഇവിടാണ് എന്റെ ചോദ്യം. ഓക്കെ, എല്ലാരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കാണ്, അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറയാൻ മുൻകഴിഞ്ഞു പോയ അയിമ്മത്തും പണ്ഡിതന്മാരും ഒക്കെ എന്തൊക്കെ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ ആ മാനദണ്ഡങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ അത് 100%, 1000 വട്ടമല്ല, 10,000 വട്ടം, എത്ര വട്ടമാണെങ്കിലും അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാൻ അതിന്റെ ഫലം അനുഭവിച്ചവനാണ്. ആ ഷഹർ മുബാറക്കിന്റെയും അത് മുക്കിയ വെള്ളത്തിന്റെയും ഫലം അനുഭവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ഒരു വസ്തു പറയപ്പെട്ടാൽ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി ഒരു വസ്തു പറയപ്പെട്ടാൽ, അതുകൊണ്ട് ബർക്കത്തെടുക്കാൻ വിശ്വാസി സമൂഹത്തിന് എന്താണ് മാനദണ്ഡമെന്ന് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരും അയിമത്തുൽ കിറാമും എന്തൊക്കെ മാനദണ്ഡങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടോ ആ മാനദണ്ഡങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ 100% കറകളഞ്ഞ് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ഉൾക്കൊള്ളുന്നു, ധൈര്യപൂർവ്വം ഞാൻ പറയുന്നു. അത് ധൈര്യം കാണിക്കണം എന്നാ കരീം പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കരീം ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ. ഇത് വളരെ മാന്യമായ ഒരു ചർച്ചയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കരീമിനോട് ഞാനൊരു കാര്യം ചോദിച്ചു. അപ്പൊ കരീം അതിന് മറുപടി പറയാനുള്ള ഒരു ഡിമാൻഡ് വെച്ചത്, ഒരു ഷർത്ത് വെച്ചത് എന്താണ്? ഞാനത് പറയാൻ ധൈര്യം കാണിക്കണം എന്നാണ്. വളരെ നമ്മൾ ചർച്ച ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് വളരെ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ എന്ത് പണി ചെയ്തു, ഞാൻ ആ വിഷയത്തിൽ കരീം പറഞ്ഞ ഡിമാൻഡ് ഞാൻ ഒറ്റ അടിക്ക് ഞാൻ അംഗീകരിച്ചു. ഞാൻ അത് തുറന്ന് ഞാൻ ഇത്രയും ആളുകളുടെ മുമ്പിൽ ധൈര്യപൂർവ്വം ഞാൻ പറഞ്ഞിരിക്കുന്നു അത് റസൂലുള്ളാഹിയുടേതാണെന്ന് അംഗീകരിക്കാൻ മുൻകാലത്ത് കഴിഞ്ഞു പോയ സലഫു സ്വാലിഹികളായ പണ്ഡിതന്മാരും അയിമത്തുൽ കിറാമും എന്തൊക്കെ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ മാനദണ്ഡങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ധൈര്യപൂർവ്വം ഞാൻ പറയുന്നു അത് റസൂലുള്ളാഹിയുടേതാണ്. ഇനി കരീം മറ്റേ വിഷയം പറട്ടെ. ഇത് ഖുർആനിലുള്ള മാനദണ്ഡം എന്താണ്, നിസ്കാരത്തിനുള്ള മാനദണ്ഡം എന്താണ്? ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമലൈക്കും. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറയും. ഏത് സനദിലൂടെ വന്ന മുടിയാണത്? ആ ഏതൊക്കെ സഹാബിമാരുടെ കൈമാറിയിട്ടാണ് കാന്തപുരത്തിന് അവസാനമായി എത്തിപ്പെട്ടത് മുടിയോ എന്ന് പറഞ്ഞാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കരീമേ, ഇതിന് പറയൽ എന്താണെന്നറിയോ? നമ്മളെ മലപ്പുറം ഭാഷയെ പറഞ്ഞാലേ ഇതിന് പറയൽ ചെറ്റത്തരം എന്നാ. ഇതിന് നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ് ചെറ്റത്തരം എന്നാ. കാരണം നിങ്ങളൊരു വിഷയം പറഞ്ഞു, ആ വിഷയത്തിന് ഞാൻ നിങ്ങൾ പറഞ്ഞ വിഷയം അംഗീകരിക്കുക. നിങ്ങൾ എന്നോട് പറഞ്ഞ എന്താണ്, ധൈര്യമുണ്ടോ പറയാനെന്നാ ചോദിച്ചത്. ധൈര്യമുണ്ടോ പറയാൻ എന്നാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ധൈര്യമുണ്ട്. ഞാൻ ആ ധൈര്യപൂർവ്വം ഞാനത് പറയുകയും ചെയ്തു. ഞാൻ അതോടൊപ്പം ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. നിങ്ങളത് കേട്ടില്ല. ഞാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു വസ്തു ചേർത്തി പറയപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ ഒരു വിശ്വാസിക്ക്, അഹ്ലുസുന്നയുടെ ഒരു വിശ്വാസിക്ക് അത് അംഗീകരിക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ മുൻകഴിഞ്ഞു പോയ അയിമത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ ആ മാനദണ്ഡങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ അത് 100% റസൂലുള്ളാഹിയുടേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പറയാൻ ഞാൻ ധൈര്യം കാണിക്കുന്നു. ഇനി കരീം പറയേണ്ടത്, നിങ്ങൾക്ക് സനത് വേണോ അത് നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങളത് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരും. ഞാനത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് അംഗീകരിക്കുന്നത് എന്ന് ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് മറുപടി പറയും. ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ അതിന് മറുപടി പറയും. എൻ്റെ അടുത്ത് മറുപടി ഉണ്ട്, 100% മറുപടി എൻ്റെ അടുത്തിട്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ധൈര്യപൂർവ്വം പറയും. നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചല്ലോ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഞാൻ ധൈര്യം കാണിച്ചതില്ലേ? എന്റെ ധൈര്യം ഞാൻ കാണിച്ചതില്ലേ? എന്നതുപോലുള്ള ധൈര്യം എനിക്ക് ഇനിയുമുണ്ട്. അപ്പൊ ഈ കരീമിനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളൊന്ന് മറുപടി പറഞ്ഞോളൂ. എന്ത്? നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച്, അതായത് ഒരു വസ്തു സ്വീകരിക്കപ്പെടാൻ നിങ്ങൾ പറഞ്ഞ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് ഖുർആൻ, നിസ്കാരം അത് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക? അതിന് നിങ്ങൾ ഈ പറഞ്ഞ ആ മാനദണ്ഡം നിങ്ങളൊന്ന് തെളിയിക്കുക. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
നിങ്ങളത് മാനദണ്ഡം പറയാന്ന് പറഞ്ഞു, ഇവിടെ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പൂർവികരായ ആളുകൾ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് എന്ന് പറഞ്ഞു. ആ മാനദണ്ഡം ഇങ്ങനെ ഏത് സഹാബിയിലൂടെയാണ് ഇന്ന് കാന്തപുരം കരീമ, നിങ്ങൾ എന്നോട് മാനദണ്ഡം ആദ്യം ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്നോട് മാനദണ്ഡം ആദ്യം ചോദിച്ചിട്ടില്ല. ഞാനൊരു ചോദ്യം ആദ്യം നിങ്ങളോടാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ എന്നോട് ഒരു ഡിമാൻഡ് വെച്ചു. ആ ഡിമാൻഡ്, നിങ്ങൾ വെച്ച ഡിമാൻഡ് അക്ഷരം പ്രതി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇല്ലേ? ശ്രോതാക്കളൊന്ന് പറയേ, കരീം വെച്ച ഡിമാൻഡ് അക്ഷരം പ്രതി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. ഇങ്ങോട്ട് നോക്കി, നിങ്ങളിത് അപ്പൊ ചോദിക്കാമായിരുന്നു. നിങ്ങൾക്കിത് അപ്പോൾ ചോദിക്കാമായിരുന്നു. നിങ്ങൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഞാൻ പറയുന്നു, അത് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ അടുത്ത ചോദ്യമായി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളോട് ഇപ്പോൾ ഞാൻ ചോദിച്ച അതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെടാൻ നിങ്ങൾ പറഞ്ഞൊരു മാനദണ്ഡമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമായ ഖുർആൻ, അനുഷ്ഠിക്കൽ നമുക്ക് നിർബന്ധമായ ഫർദ് നിസ്കാരങ്ങൾ, ആ രണ്ട് കാര്യത്തിനും നിങ്ങൾ ഈ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ചുള്ള തെളിവുകൾ നിങ്ങളൊന്ന് പറഞ്ഞു തന്നോളൂ. അത് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കണ സനത് ഞാൻ പറഞ്ഞു തരൂന്ന്. ഞാൻ ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഞാനത് വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്ന മാനദണ്ഡവും അതിന്റെ ഉദ്ധരണികളും ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. കരീം മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ ആ സനത് പറഞ്ഞ ബാബ അമീറ പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുടിയാണ് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞതല്ലാതെ ബാബ അമീറ വിശ്വസിക്കുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞ ഞാൻ പറയണ്ട. അത് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. അതിന് സനത് പറയാൻ ഇതുവരെ സനത് പറഞ്ഞിട്ടില്ല. അതായത് ബാവാമീർ വിശ്വസിക്കുന്ന റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന്, മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്ന, ഞാനും വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണത്. മുസ്ലിമീങ്ങൾ എല്ലാവരും വഹാബി വിശ്വസിക്കുന്ന അള്ളാഹിന്റെ റസൂൽ അല്ല കേട്ടോ. വഹാബി വിശ്വസിക്കുന്ന അള്ളാഹിന്റെ റസൂൽ ഏതാണ്? വഹാബി വിശ്വസിക്കുന്ന അള്ളാഹിന്റെ റസൂൽ അബ്ദുൽ ലത്തീഫ് മൗലവി പരിചയപ്പെടുത്തിയ ഏത് എന്താ പറയുന്നത്, റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ടല്ലേ, നമുക്ക് മഅദല്ലാഹ്, ഒരു മുഅ്മിനിന്റെ നാവ് കൊണ്ടത് പറയാൻ പറ്റില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അക്ബർ പറഞ്ഞത് അറബി പയ്യൻ എന്നാ പറഞ്ഞത്. ലത്തീഫ് മൗലവി പറഞ്ഞത് മയമാക്ക എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ വഹാബികൾ വിശ്വസിക്കുന്ന അള്ളാഹു അല്ല, റസൂലുള്ളാഹി അല്ല. അങ്ങനെയൊക്കെ അള്ളാഹു വിശ്വസിക്കുന്ന റസൂലുള്ളാഹി അല്ല. മറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന മഅസൂമായ, ഒരു ദിവസം 100 തെറ്റ് വരെ ചെയ്തിരുന്ന മഹാതമ്മാടിയായിരുന്നു എന്ന് വെളിയങ്കോട് മുജാഹിദിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന വെളിയങ്കോട്ടുകാരൻ ഉമർ മൗലവി എഴുതി വെച്ച റസൂലുള്ളാഹി അല്ല. മറിച്ച് മഅസൂമായ, ഖാതിമുൻ നബിയീനായ, സയ്യിദുൽ മുർസലീനായ, അഷ്റഫുൽ മഖ്ലൂഖീനായ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ, ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുസ്ലിം ലോകം എല്ലാവരും വിശ്വസിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ചെറപ്പാക്കപ്പെട്ട തിരുകേശമാണത്. അവിടുത്തെ ഇന്നും കരീമിന്റെ ഡൈമേന്റെ ഞാൻ ഒന്നും കൂടി സ്വീകരിച്ചു കിടക്കാണ്. ഇനി ഞാൻ ഒന്നും കൂടി സ്വീകരിച്ചിരിക്കുന്ന അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട തിരുകേശമാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഇമാമുകൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ എന്തൊക്കെയുണ്ട്, ആ മാനദണ്ഡങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ മാനദണ്ഡങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയും. അതിന് കരീം എന്ത് ചെയ്യട്ടെ? കരീമിനോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് കരീം മറുപടി പറയട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ അല്ലാഹ്, അമ്മ കൊടുത്തയച്ച മുടിയിട്ട് ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടിയൊക്കെ അതിന് സനത് കൊണ്ടുവരുമാവാ. ദാവ പറഞ്ഞ മഹാന്മാർ സഹോദരന്മാരെ, വളരെ ആരോഗ്യകരമായ ഒരു ചർച്ച നടക്കേണ്ടുന്ന സമയം. ഒരുപാട് ആളുകൾ ചോദിക്കാനും പഠിക്കാനും തയ്യാറായി അവരുടെ വിലപ്പെട്ട സമയവും സംവിധാനങ്ങളും ഒക്കെ ചെലവഴിച്ച് ഈ രാത്രി പാതിരാ സമയത്ത് ഈ സമയമൊക്കെ, വിലപ്പെട്ട സമയമൊക്കെ ചെലവഴിക്കുമ്പോൾ അത് നമുക്ക് ആഖിറത്തിലേക്ക് നാളെ ഉപകാരപ്പെടണം. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ചോദ്യങ്ങളെ, നമ്മുടെ സമയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും.
അൻഹി ഫീമാഫുന, നിന്റെ വയസ്സ്, നിന്റെ ആയുസ് നീ എന്തിന് ചെലവഴിച്ചു എന്ന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അവിടെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാകണം നമ്മുടെ സമയങ്ങളെല്ലാം. നമ്മുടെ സമയങ്ങളെല്ലാം അതിന് നമുക്ക് ഉപകരിക്കുന്നതാകണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇത്രയും ആളുകൾ അവരുടെ വിലപ്പെട്ട സമയവും സംവിധാനവും ഒക്കെ ചെലവഴിച്ചിരിക്കുന്നിടത്ത് വെറുതെ ഒരാവശ്യവുമില്ലാത്ത ഒരു വിഷയത്തിലേക്ക് അദ്ദേഹം ചർച്ച കൊണ്ടുപോവുകയും ഇനി ആ ചർച്ചയിലൂടെ അതിലൂടെ നമുക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ അതില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ വിഷയം അങ്ങനെ ചർച്ച ചെയ്യേണ്ട, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടുന്ന ആവശ്യമേ ഇല്ല. അതേ സമയത്ത് നമുക്ക് ആ വിഷയത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും, അതായത് ഒരു വിഷയം, ഇസ്ലാമിൽ ഒരു വിഷയം അംഗീകരിക്കുന്നതിന്, വിശ്വസിക്കുന്നതിന് മാനദണ്ഡമുണ്ട്, കർമ്മം ചെയ്യുന്നതിന് മാനദണ്ഡമുണ്ട്, ഒരു ബർക്കത്തെടുക്കുന്നതിന് മാനദണ്ഡമുണ്ട്. അങ്ങനെ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ മുൻകഴിഞ്ഞു പോയ അയിമ്മത്തും ഇസ്ലാമിക പ്രമാണങ്ങളും പറഞ്ഞു വെച്ച മാനദണ്ഡങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസവും ഞങ്ങൾ ചെയ്യുന്ന കർമ്മവും ഞങ്ങൾ എടുക്കുന്ന ബർക്കത്തുകളും എല്ലാം അതനുസരിച്ച് പ്രമാണബദ്ധമാണെന്ന് പൂർണ്ണമായും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് തെളിയിക്കാൻ ഏത് കൊല കൊമ്പന്റെ മുമ്പിലും ഞങ്ങൾക്കതിന് കഴിയുകയും ചെയ്യും. അതിന് ഞങ്ങൾ ഉസ്താദുമാര് വേണ്ട, ഞങ്ങളെ പ്രഭാഷകന്മാര് വേണ്ട, ഞങ്ങളെ പണ്ഡിതന്മാര് വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക്, അതാണല്ലോ പണ്ട് അബുറജി കുട്ടിമോൻ മൗലവിയെ കൊണ്ട് മൂക്കുകൊണ്ട് ഷാ വരപ്പിച്ചതും ഷറഫു AP അബ്ദുൽ ഖാദർ മൗലവിയെ കൊണ്ട് ഷാ വരപ്പിച്ചതും ഒക്കെ. അപ്പൊ അതൊന്നും ചെയ്യാതെ ആ വിഷയം എത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കൾ നിങ്ങളൊക്കെ ഈ വിഷയം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരു മുൻവിധി ഒഴിവാക്കിയിട്ട്, തഅസ്സുബ് ഒഴിവാക്കിയിട്ട് വിഷയത്തെ നിഷ്പക്ഷമായി നിങ്ങളൊന്ന് സമീപിക്കും. എന്നിട്ട് കരീം ഇവിടെ ചോദിച്ച ചോദ്യവും ആ ചോദ്യത്തിനോട് നമ്മളെടുത്ത സമീപനവും അദ്ദേഹം പറഞ്ഞ ഡിമാൻഡുകൾ നമ്മൾ അംഗീകരിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത മറുപടിയും ഒക്കെ നിങ്ങളൊക്കെ കേട്ടു. അതേ സമയത്ത് കരീമിനോട് ഇവിടെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം അംഗീകരിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അതൊന്നും ചെയ്യാതെ വെറുതെ ഒരാവശ്യമില്ലാത്ത തോന്നിവാസവും തൊള്ളയെ തോന്നിയതും മാത്രം പറയാൻ ഒരു മനുഷ്യന് ഈ സമയത്ത് നിങ്ങളുടെയൊക്കെ സമയം മെനക്കെടുത്തിയിട്ട് മൈക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്കൊക്കെ അഭിപ്രായം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അതിൽ എനിക്ക് താല്പര്യമില്ല. കാരണം ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, പല അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, അദ്ദേഹം അതിന് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചു. ആ ഡിമാൻഡ് ഞാൻ പാലിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു ചോദ്യത്തിന് ഞാൻ ഇതാ പറയുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പരെയും ഇനിയും പറയുന്നു, ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, എന്ത് നിങ്ങൾ ഇനി അതിന് എന്താണ് തെളിവ്, അതിനെന്താണ് പ്രമാണം എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ പ്രമാണവും ഞങ്ങൾ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ഒരു പ്രമാണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡത്തിന്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആനും നിസ്കാരവും ഒക്കെ നിങ്ങൾ തെളിയിക്കണം. അത് തെളിയിക്കാൻ കഴിയോ? പണ്ട് നിങ്ങളുടെ വലിയ നേതാവ് ഉണ്ടായിരുന്ന അഷ്റഫ് പൂനൂര്, നിങ്ങൾക്ക് ഓർമ്മല്ലേ? എന്തേ അഷ്റഫ് പൂനൂര് ഓൺലൈനിൽ തന്നെ വരുന്നത് നിർത്തി? പണ്ട് കേൾവിക്കാരൻ ഉസ്താദ് അഷ്റഫ് പൂനൂരോട് ചോദിച്ചൊരു ചോദ്യമാണ്, സുന്നത്ത് കഴിച്ചിക്കണോന്ന്. ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ഒരു കാര്യം, ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് സഹാബത്ത് അങ്ങനെ ചെയ്തതായി തെളിയുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് കർമ്മം നിർവഹിക്കണമെന്ന് പറയുകയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഇതൊന്ന് തെളിയിക്കാൻ കഴിയോ എന്ന് ചോദിച്ചപ്പോ അന്നങ്ങോട്ട് പോയതാണ്. കുളത്തിൽ പോയ അമ്മിക്കുട്ടി കുളത്തിൽ കൊണ്ടേ എറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മിക്കുട്ടിയാണ് താന്ന് പോയിരുന്നു, ഒരേ പതയും പൊന്തും. അമ്മിക്കുട്ടി ഒരു കുളത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മിക്കുട്ടിയെ താഴത്തേക്ക് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കുളത്തിൽ നിന്ന് ഒരേ പതിയൊക്കെ പൊന്തും. ഇത് അതുപോലും ഉണ്ടായിട്ടില്ല. വഹാബി നേതാക്കന്മാർ അന്ന് ഓൺലൈനിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒരു ഒരേ പതിയെ പോലും വഹാബി നേതാക്കന്മാരെ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ കരീമിന് ഈ വിഷയത്തിൽ യാതൊരു ഇതുമില്ല. കരീമിന് ഇപ്പോൾ അവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഷിർക്കിന്റെ തരീഫ് പറഞ്ഞാൽ, ഷിർക്കിന്റെ നിർവചനം പറഞ്ഞാൽ, ഷറഫ് ചോദിച്ച ചോദ്യത്തിലെങ്ങാനും മറുപടി പറയേണ്ടി വന്നാൽ വഹാബിസത്തിന്റെ അന്ത്യകൂദാശിയായിരിക്കും അത്.
വഹാബിസത്തിന്റെ ആശയങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച നടക്കുകയോ ആളുകൾ ചോദിക്കുകയോ പഠിക്കുകയോ ചെയ്താൽ തങ്ങളുടെ അണ്ണാക്കിൽ മാറാറ കിട്ടും എന്ന് കരീമിന് ബോധ്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്യാണ് കരീം ആ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അല്ല, ഒളിച്ചോടാനുള്ള ശ്രമം അല്ല കരീം നടത്തുന്നെങ്കിൽ കരീം ചെയ്യേണ്ടിയിരുന്നത് മാന്യമായ ഒരു ചർച്ചയിൽ കരീം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? അദ്ദേഹം ചോദിച്ച ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചു. യാതൊരു മാന്യതയും ഇല്ലാത്ത ഡിമാൻഡാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ അംഗീകരിച്ചു. എന്നാലും കാരണം ചർച്ച മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യം കൊണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പറഞ്ഞ മലയാളം തീരെ തിരിയാത്തതുപോലെ തോന്നിയാസം തൊള്ളയെ തോന്നിയത് ഇങ്ങനെ വിളിച്ചറിയണം. അപ്പൊ അതിന് മൈക്ക് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. മറ്റുള്ള സഹോദരന്മാരുടെ മൈക്കിലേക്ക് വരാൻ. ഷറഫു ഡെസ്കിലില്ലേ? ഷറഫു ഡെസ്കിലുണ്ടോ? നമ്മുടെ അംസൊക്കെ ഉണ്ടാവും, പിന്നെ അതുപോലെയുള്ള നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ ഉണ്ടാകും. ഈ 055 എന്ന് പറയുന്ന ID നേരത്തെ നിങ്ങൾ മൈക്ക് എടുത്തു, പക്ഷെ മൈക്ക് എടുത്ത് നിങ്ങളുടെ ശബ്ദം ഒന്നും പുറത്തു വരുന്നില്ല. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം നിങ്ങൾ മൈക്ക് എടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 055 ഇന്നലെ മുതൽ മൈക്കിലേക്ക് വരുന്നുണ്ട്. പാലക്കാട്ടുള്ള സ്ഥിതിക്ക്, ഭാവന്മാരത്തുള്ള സ്ഥിതിക്ക്, ഉസ്താദന്മാരത്തുള്ള സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. അദ്ദേഹത്തിന്റെ ചോദ്യം, അദ്ദേഹത്തിന്റെ ഇനി മൈക്ക് വേണമെങ്കിൽ നിങ്ങൾ അവസരിക്കും. കാരണം ഇന്നലെ മുതൽ നിങ്ങൾ മൈക്ക് എടുക്കും, ശബ്ദം കേൾക്കുന്നില്ല. എന്താ കാര്യമായിട്ട് വേണം തോന്നുന്നത്? ശരിയായെന്ന് അറിയില്ലല്ലേ? നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് അറിയോ? പ്രൈവറ്റ് റൂം ചെക്ക് ചെയ്തിട്ട് അതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ അങ്ങനെ ആക്കിയത് അറിയാൻ പറ്റുള്ളൂ. ഇത് മൈക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അതാണ് ഏതായാലും എന്തില്ല ചർച്ച. ഞാനിപ്പോ ഉസ്താദെ ഭാഗത്ത് ഒരു ദുആ വസിയത്തിന് ഒരു ഇതുണ്ട്. നമ്മളെ അബ്ദുൽ നാസർ CV ന്യൂമാഹി എന്ന നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ക്ലാസ് റൂമിലെ സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഭാഗത്ത് നമ്മളിവിടെ മെസ്സേജ് കൊടുത്തിരുന്നു, ഉസ്താദ് അടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് ഹബീബുർ റഹ്മാൻ മിസ്ബായും സുഹൃത്തും ബൈക്ക് അപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിലാണ്, ICUവിലാണ്. എല്ലാവരും ദുആ ചെയ്യുക, എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിവ നൽകാണ്. പിന്നെ ഇപ്പോ വീണ്ടും അതിന്റെ തലയുടെ ഓപ്പറേഷൻ, തലക്കാണ് തോന്നുന്നത്, തലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. 24 മണിക്കൂർ കഴിയണം എന്തെങ്കിലും വിവരം കിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന്റെയാണ് അബ്ദുറഹ്മാൻ മിസ്ബായും സുഹൃത്തും. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ വസിയത്തിന് നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു. ഉസ്താദ് ദുആക്കെടുത്തുകൊണ്ട് നമുക്ക് നിൽക്കുവാൻ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഇത് അദ്ദാദിന് ശേഷമുള്ള ഉസ്താദ്മാരെല്ലാവരും, അതുപോലെ തന്നെ നാജസലാത്തും, അതുപോലെ തന്നെ മൗലിദൊക്കെ ശേഷമുള്ള ആ സമയത്തുള്ള ഉസ്താദ്മാരെല്ലാവരും പ്രത്യേക ദുആയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് അദ്ദേഹത്തിന് അതുപോലെ തന്നെ സുഹൃത്തിന് ശിഫ നൽകുമാറാട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താഴൊക്കെ തന്നെ മൈക്കിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. ഞാൻ മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മദീനയൊക്കെ ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് ചർച്ചയുടെ അവരോധനൊക്കെ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. നേരത്തെ നടന്ന ചർച്ചകൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ എന്നെ മൈക്കിലേക്ക് വിളിച്ചപ്പോൾ മാത്രം ഞാൻ വരികയും ഇവിടെ വെച്ച് നടന്നത് ഇപ്പൊ ഇതാണ്. പിന്നെ എല്ലാവരും ഇതൊക്കെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ